ഇസ്രായേലിൻ്റെ ധാർഷ്ട്യത്തിനേറ്റ വലിയ അടിയായിരുന്നു ഹമാസിൻ്റെ അപ്രതീക്ഷിത ആക്രമണം. ആക്രമണത്തിൽ ബന്ദികളാക്കിയവരെ മോചിപ്പിക്കാൻ ഇസ്രായേലിന് ഇതുവരെ സാധിച്ചിട്ടുമില്ല. ബന്ദികളുടെ മോചനം വൈകുന്നത് രാജ്യത്ത് വലിയ പ്രതിഷേധവും ഉയർത്തുന്നുണ്ട്. അതിനിടെ ഗാസയിൽ അതിശക്തമായ ആക്രമണം നടത്തിയിട്ടും ഹമാസിൻ്റെ ശക്തി ചോർത്താൻ ഇസ്രായേലിന് കഴിഞ്ഞിട്ടില്ലെന്ന വാർത്തയും പുറത്തു വന്നു. ഗാസയിലെ ജനങ്ങളെ യുദ്ധം തകർക്കുകയും ചെയ്തു. ഇതിനെതിരെ അതിശക്തമായ പ്രതിഷേധം ലോകത്തുടനീളം ഇസ്രായേലിനെതിരെ ഉയരുകയും ചെയ്യുന്നുണ്ട്. ഗസയിലെ സന്നദ്ധ പ്രവർത്തകരെ പോലും ഇസ്രായേൽ ആക്രമിക്കുന്നു എന്ന റിപ്പോർട്ടുകളും അതിൻ്റെ പുറത്തു വന്നു. ഇതെല്ലാം ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ നില പരുങ്ങലിലാക്കിയിരിക്കുകയാണ്. ഇപ്പോഴിതാ മറ്റൊരു വാർത്തയും എത്തുന്നു. 40ഓളം ബന്ധുക്കളുടെ മോചനത്തിന് പകരമായി ഗാസയിൽ 40 ദിവസം താൽക്കാലിക വെടിനിർത്തൽ നടപ്പാക്കാമെന്ന് ഇസ്രായേൽ നിർദ്ദേശം നൽകിയെന്നാണ് റിപ്പോർട്ട്. ഇതിനോട് ഹമാസ് അനുകൂലമായി പ്രതികരിച്ചാൽ കെയ്റോ ചർച്ച വിജയത്തിലേക്ക് നീങ്ങുമെന്നാണ് സൂചന. എന്നാൽ ഗാസയിൽ സ്ഥിരമായ വെടിനിർത്തലും ഇസ്രായേൽ സൈന്യത്തിൻ്റെ പിന്മാറ്റവുമാണ് ഹമാസിൻ്റെ മുഖ്യ ആവശ്യം. വിട്ടുവീഴ്ച ചെയ്യാൻ ഹമാസിന് മേൽ മധ്യസ്ഥരായ ഈജിപ്തും ഖത്തറും സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെന്നും റിപ്പോർട്ടുണ്ട്. റിയാദിൽ നടക്കുന്ന വേൾഡ് ഇക്കണോമിക് ഫോറത്തിനിടെ യുദ്ധാനന്തര ഗാസയെ സംബന്ധിച്ച പദ്ധതികൾ US സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറബ് നേതാക്കളുമായി ചർച്ച ചെയ്തു. ഇസ്രായേലിൽ ചെകുത്താനും കടലിനും ഇടയിലെന്ന അവസ്ഥയിലാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. വെടിനിർത്തൽ കരാർ അംഗീകരിച്ചാൽ ഇസ്രായേലിൽ നെതന്യാഹു സർക്കാരിനുള്ള പിന്തുണ പിൻവലിക്കുമെന്ന ഭീഷണി തീവ്ര വലതുപക്ഷ കക്ഷികൾ ആവർത്തിച്ച് പറയുന്നുണ്ട്. അതിനിടെ 24 മണിക്കൂറിനിടെ ഗാസയിൽ ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 40 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. റഫേൽ 3 വീടുകളിൽ നടത്തിയ ബോംബാക്രമണങ്ങളിൽ 25 പേരും, വടക്കൻ ഗാസയിൽ 6 പേരും, അൽ നുസ്രത്തിൽ 4 പേരും, മധ്യ ഗാസയിൽ 5 പേരുമാണ് കൊല്ലപ്പെട്ടത്. ഗസയിലെ ജീവകാരുണ്യ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന് US ആസ്ഥാനമായ സന്നദ്ധ സംഘടന വേൾഡ് സെൻട്രൽ കിച്ചൺ അറിയിച്ചു. ഭക്ഷണപ്പൊതികളുമായി ജോർദാൻ വഴി റഫേലിലേക്ക് ട്രക്കുകൾ അയക്കാനാണ് പദ്ധതി. അൽ മവാസിയിൽ സമൂഹ അടുക്കളയും സ്ഥാപിച്ചു. ഈ മാസം 1 വടക്കൻ ഗാസയിൽ ജീവകാരുണ്യ പ്രവർത്തനത്തിനിടെ ഇസ്രായേൽ ആക്രമണത്തിൽ 7 പ്രവർത്തകർ കൊല്ലപ്പെട്ടിരുന്നു. ഈ സാഹചര്യത്തിലാണ് സംഘടനാ പ്രവർത്തനം നിർത്തിയത്.